10ാം നാൾ ഏറ്റവും നിർണായകമായ ദിനമാണിത്. രക്ഷാപ്രവർത്തനത്തിൽ ഇന്ന് കൃത്യമായ ആക്ഷൻ പ്ലാൻ രക്ഷാസംഘത്തിന് മുന്നിലുമുണ്ട്. നമുക്ക് ഈ മാപ്പിൻ്റെ കൂടെ സഹായത്തോടെ ഇന്ന് ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും അവിടെ നടക്കുക, നിലവിലെ സാഹചര്യങ്ങൾ എന്ത് എന്ന് പെട്ടെന്ന് പരിശോധിച്ചാൽ നമുക്ക് ഈ മാപ്പിൽ കാണുന്നത് പോലെ തന്നെ കരയിൽ നിന്ന് ഏതാണ്ട് 20 മീറ്റർ അകലം മാറി പുഴയിലാണ് ഇപ്പോൾ ട്രക്ക് സ്പോട്ട് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ ദിവസം തന്നെ പരിശോധനയിൽ വ്യക്തമായതുമാണ്. ഒരുപക്ഷെ ഇന്നലെ ഉണ്ടായ കുത്തൊഴുക്കിലൊക്കെ നേരിയ തോതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഏതാണ്ട് ഒരു 20 മുതൽ അല്ലെങ്കിൽ 20, 21, 22 ആ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ആ ഒരു നമ്പറിൽ തന്നെ ആ ഒരു ദൂരത്തിൽ തന്നെയാണ് ഇപ്പോൾ ട്രക്ക് ഇരിക്കുന്നത് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇനി ഈ ട്രക്ക് നിലവിൽ 15 അടി ആഴത്തിലാണ്. ഒരുപക്ഷെ ഇന്ന് രാവിലെ മേജർ ജനറൽ സംസാരിച്ചപ്പോഴും പറയുണ്ടായി ഈ 15 അടി എന്നുള്ളത് ഒരു പ്രാഥമിക കണക്ക് മാത്രമാണ്. ഈ 15 അടി ഒരുപക്ഷെ കൂടുതൽ ആഴത്തിലേക്ക്, അതായത് ഒരുപക്ഷെ ഒരു 20 അടിയോളം ആഴത്തിലേക്ക് പോയിട്ടുണ്ടാവാം എന്ന തരത്തിലും അവിടെ നിന്ന് റിപ്പോർട്ട് വരുന്നുണ്ട്. ഏതായാലും നിലവിലെ കണക്ക് പ്രകാരം, നിലവിലെ രക്ഷാസംഘത്തിന് മുന്നിലുള്ള നിഗമനങ്ങൾ പ്രകാരം 15 അടി ആഴത്തിലാണ് ഈ ട്രക്കുള്ളതെന്ന്. സ്വാഭാവികമായും ഏറ്റവും വലിയ വെല്ലുവിളി ഈ 15 അടി ആഴത്തിലുള്ള ട്രക്കിനെ ഉയർത്തിയെടുക്കുക എങ്ങനെയെന്നുള്ളതായിരിക്കും. പക്ഷേ രക്ഷാസംഘം ഇന്നത്തെ ആക്ഷൻ പ്ലാനിൽ പ്രാഥമികമായി അല്ലെങ്കിൽ ആദ്യമായി നോക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ്. അതായത് സ്കൂബ സംഘം അഥവാ മുങ്ങൽ വിദഗ്ധർ അടങ്ങിയ സംഘം ഇന്ന് ഈ മേഖലയിൽ, അതായത് ട്രക്ക് സ്പോട്ട് ചെയ്ത, അതായത് നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ട മൺകൂനയുടെയും ഒപ്പം തന്നെ ഈ റോഡിനോട് ചേർന്ന് രൂപപ്പെട്ട വലിയ മൺകൂനയുടെയും ഇതിന്റെ രണ്ടിനെയും നടുവിലായി ഏതാണ്ട് 20 മീറ്റർ അകലം മാറിയുള്ള ആ പ്രദേശത്ത് ലോറിക്കരികിലേക്ക് മുങ്ങൽ വിദഗ്ധർ അടങ്ങുന്ന സംഘത്തിനെ കടന്നു ചെല്ലാൻ കഴിയുമോ എന്നുള്ളത് പ്രാഥമികമായി അല്ലെങ്കിൽ ഇന്ന് ആദ്യം ചെയ്യുന്ന ഒരു നടപടിക്രമങ്ങളാണ്. മുങ്ങൽ വിദഗ്ധർ അവിടെ തയ്യാറാണ് എന്നതുമാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ അകത്ത്, അതായത് ഈ പുഴയ്ക്കകത്ത് കിടക്കുന്ന ട്രക്കിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്ന് കണ്ടെത്താൻ മുങ്ങൽ വിദഗ്ധരുടെ തെരച്ചിലാകും ഇന്നത്തെ ആക്ഷൻ പ്ലാനിൽ ഏറ്റവും നിർണായകമായി വരിക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്പോട്ടിൽ, അതായത് ഈ ട്രക്ക് കണ്ടെത്തി എന്ന് പറയപ്പെടുന്ന സ്പോട്ടിൽ ശക്തമായ നീരൊഴുക്കുണ്ട്, അല്ലെങ്കിൽ രക്ഷാസംഘത്തിന് അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യമുണ്ട്, പ്രതികൂലമായ കാലാവസ്ഥയാണെങ്കിലൊക്കെ ഏത് തരത്തിലായിരിക്കും നീക്കം എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. അതിലൊക്കെ നിർണായകമാകുക, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ അതിൽ നിർണായകമാകുക ഇന്ന് നടത്താനിരിക്കുന്ന അത്യാധുനിക സംവിധാനം ഉപയോഗിച്ച് നടത്താനിരിക്കുന്ന ഡ്രോൺ പരിശോധന തന്നെയാവും. അതിൽ കണ്ടെത്താനുള്ളത് ഇങ്ങനെയാണ്. അതായത് ഈ ലോറി 20 മീറ്റർ ആഴത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോഴും അത് ഏത് തരത്തിലാണ്, ഇവിടെ ഈ ഭാഗത്തായി ഏത് തരത്തിലാണ്, ഒരുപക്ഷെ ക്യാബിൻ ചരിഞ്ഞാണോ അല്ലെങ്കിൽ ലോറിയുടെ ഘടന എങ്ങനെ എന്ന് നിശ്ചയിക്കുന്നതാണ് ഇന്നത്തെ അത്യാധുനിക പരിശോധനയിൽ ഏറ്റവും നിർണായകം. ലോറി ഏത് സൈഡിലേക്ക് മാറിക്കിടക്കുന്നു, ഏത് ദിശയിലേക്ക് മാറിക്കിടക്കുന്നു, മണ്ണിനടിയിൽ ഏത് രൂപത്തിൽ ലോറി ഉണ്ട് എന്ന തരത്തിലുള്ള ഒരു വ്യക്തമായ ചിത്രം ഈ അത്യാധുനിക ഡ്രോൺ ഉപയോഗിച്ച് നടക്കുന്ന പരിശോധനയിൽ വ്യക്തമാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരാനിരിക്കുന്ന മണിക്കൂറുകൾ നടക്കുന്ന അത്യാധുനിക ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് നടക്കുന്ന പരിശോധനയിലാണ് ഈ ലോറി 20 മീറ്റർ മാറി ഏത് തരത്തിലാണ്, ഏത് രൂപത്തിലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് കിടക്കുന്നത് എന്ന് സംബന്ധിച്ചൊരു വ്യക്തത കിട്ടുക. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും തുടർ നടപടികളിലേക്ക് രക്ഷാ ദൗത്യ സംഘം കടക്കുക. ഏതായാലും ഇന്നത്തെ, ഒന്നുകൂടെ പറഞ്ഞാൽ, ഏതായാലും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യ കേന്ദ്രമായി ഈ കാണുന്ന സ്ഥലം, അതായത് ഈ റോഡിനോട് ചേർന്ന് ഒപ്പം തന്നെ ഈ മൺകൂനയ്ക്കും ഇടയിലായി പുഴയുടെ ഏതാണ്ട് 20 മീറ്റർ മാറിയുള്ള ആ അകലത്തിൽ ഇന്നത്തെ രക്ഷാ ദൗത്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം.